ഇന്ന് നമുക്ക് വിത്ത് ലവ് എന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത നായകനെ സഹോദരി നിർബന്ധിച്ച് പെണ്ണ് കാണാൻ പറഞ്ഞുവിടുന്നു. എന്നാൽ പെണ്ണും നായകനും ചേർന്ന് അവർ ഒൺസൈഡായിട്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ പ്രണയിച്ചിരുന്നവരെ കണ്ടെത്തി പ്രണയം പറയുവാനായിട്ട് പോകുന്നതാണ് കഥ. എങ്കിൽ നമുക്ക് വേഗം ഈ മനോഹരമായ ഒരു പ്രണയകഥ നോക്കിയാലോ. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കഥാനായകനായ സത്യയാണ് കാണിക്കുന്നത്. സത്യ ഒരു ഡിസൈനറാണ്. സത്യക്ക് വേണ്ടിയിട്ട് അവന്റെ ചേച്ചി പെണ്ണ് നോക്കുകയാ. ഒരുപാട് പെൺകുട്ടികളെ കണ്ടു, പക്ഷേ എല്ലാ പെൺകുട്ടികൾക്കും അവൻ ഓരോ കുറ്റവും കുറവും ഒക്കെ പറയും. അതുകൊണ്ട് തന്നെ ഇത്തവണ ചേച്ചി കണ്ടുപിടിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ പോലും സത്യക്ക് കാണിച്ചു കൊടുത്തില്ല. ഒരു റെസ്റ്റോറന്റ് പറഞ്ഞു കൊടുത്തിട്ട് അവിടേക്ക് ചെല്ലണമെന്നും നിന്നെ കത്ത് അവിടെ ആ പെൺകുട്ടി കാണുമെന്നും ചേച്ചി പറഞ്ഞു. ചേച്ചി പറഞ്ഞതനുസരിച്ച് മനസ്സില്ലാ മനസ്സോടെയാണ് സത്യ റെസ്റ്റോറന്റിലേക്ക് പോകുന്നത്. റെസ്റ്റോറന്റിൽ എത്തിയപ്പോഴോ 3 പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഇതിൽ ആരെയായിരിക്കാം താൻ കാണാൻ വന്നതെന്നും സത്യ ചിന്തിക്കുന്നു. ആകെ കൺഫ്യൂഷനായ സത്യയാണെങ്കിൽ വാഷ്റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയം അവനടുത്തേക്ക് വിനോദി എന്നൊരു പെൺകുട്ടി വരുന്നു. വിനോദിക്കൊപ്പം അവളുടെ ബോയ് ഫ്രണ്ടും ഉണ്ടായിരുന്നു. വിനോദി പറയുന്നത്, ഞാനൊരു പയ്യനെ കാണുവാനായിട്ട് വന്നതാ. അവനൊരു ബ്ലൂ കളർ ഷർട്ട് ധരിച്ചായിരിക്കും വരുന്നെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. വീട്ടുകാരുടെ നിർബന്ധത്തിനാ ഞാനിപ്പോൾ പയ്യനെ കാണാൻ വന്നിരിക്കുന്നത്. ദേ, ഇതെന്റെ ബോയ് ഫ്രണ്ടാ. പയ്യനെ കണ്ടിട്ട് എനിക്ക് വിവാഹത്തിൽ താല്പര്യമില്ല എന്നും ഇതെന്റെ ബോയ് ഫ്രണ്ടാണെന്നും എനിക്ക് പറയണമെന്നും വിനോദി പറയുന്നു. അത് കേട്ട് സത്യ ആകെ എന്തോ പോലെ ആവുകയാണ്. അങ്ങനെ വിനോദിയാണെങ്കിൽ തന്റെ ബോയ് ഫ്രണ്ടിനെയും സത്യക്ക് പരിചയപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അതോടുകൂടി സത്യക്ക് ആകെ ദേഷ്യം വരികയും റെസ്റ്റോറന്റിന് പുറത്ത് നിൽക്കുകയായിരുന്ന സത്യക്ക് അടുത്തേക്ക് മോനിഷ എന്ന പെൺകുട്ടി വരുന്നു. മോനിഷയാണ് കഥാനായിക. സത്യത്തിൽ സത്യയുടെ ചേച്ചി അവനു വേണ്ടി കണ്ടെത്തിയിരുന്ന പെൺകുട്ടി മോനിഷയായിരുന്നു. അങ്ങനെ മോനിഷയും സത്യയും പരിചയപ്പെടുകയാണ്. വേറൊരു പെൺകുട്ടിയെ കണ്ട് അവളുടെ ബോയ് ഫ്രണ്ടിനെയൊക്കെ പരിചയപ്പെട്ട് നിൽക്കുന്ന കാര്യം പറഞ്ഞ് രണ്ടുപേരും പരസ്പരം ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. മോനിഷ സത്യത്തിൽ കണ്ടന്റ് ക്രിയേറ്ററാണ്. ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമ്, യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ആക്റ്റീവാണ്. എന്നെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാറില്ല എന്നായിരുന്നു സത്യയുടെ മറുപടി. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കെ സത്യയ്ക്ക് ലവ് അഫെയർ വല്ലതും ഉണ്ടായിരുന്നോ എന്നും മോനിഷ ചോദിക്കുന്നു. അപ്പോൾ സത്യ പറയുന്നത്, ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് അനീഷ എന്ന പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ഞാൻ തൃച്ചിയിലുള്ള STM സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. +1 പഠിക്കുന്ന സമയം അനീഷ എന്ന പെൺകുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നുവെന്ന് സത്യ പറയുമ്പോഴോ അത് കേട്ട് മോനിഷ പറയുന്നത്, തൃച്ചിയിലുള്ള STM സ്കൂളിലോ? അതേ സ്കൂളിൽ തന്നെയാണ് ഞാൻ 10th പഠിച്ചത്. അതാ എനിക്ക് കണ്ടപ്പോൾ നല്ല പരിചയം തോന്നിയത്. മാത്രമല്ല അനീഷയുടെ ജൂനിയർ ആയിരുന്നു ഞാനെന്നുള്ള കാര്യവും മോനിഷ പറയുന്നു. നിങ്ങളുടെ ലവ് സ്റ്റോറി പറ, കേൾക്കട്ടെ എന്നും മോനിഷ പറയുന്നു. അങ്ങനെ സത്യ ലവ് സ്റ്റോറി പറയുവാനായും ആരംഭിച്ചു. +1 പഠിക്കുന്ന സമയം സത്യയ്ക്ക് അനീഷയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ അനീഷയുടെ മുന്നിൽ ചെന്ന് അവളെ പ്രപ്പോസ് ചെയ്യുവാനുള്ള ധൈര്യമേ അവനില്ല. എല്ലാ ദിവസവും അവളെ കണ്ടുകൊണ്ട് അവന്റെ ദിവസം ആരംഭിക്കുന്നതാണ് അവന്റെ പതിവും. അങ്ങനെ ഇരിക്കെ എക്സാം ദിവസം അനീഷ ക്ലാസ്സിൽ വന്നില്ല. അതോടുകൂടി സത്യയ്ക്ക് ആകെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ സത്യയാണെങ്കിൽ എക്സാം പോലും എഴുതാതെ വെറും വെള്ള പേപ്പർ മാത്രമാണ് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയതും. എക്സാം പേപ്പർ കിട്ടുന്ന ദിവസം എത്തി. നല്ല മാർക്ക് വാങ്ങിയവരുടെ പേപ്പർ എല്ലാം അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ കൊണ്ട് കൊടുപ്പിച്ചു. എന്നാൽ മാർക്ക് ഒട്ടുമില്ലാത്തവരുടെ പേപ്പർ സാറ് തന്നെയാണ് കൊടുത്തത്. അതിൽ ആദ്യം വിളിച്ചത് സത്യയും അവന്റെ കൂട്ടുകാരനെയുമായിരുന്നു. സത്യയുടെ കൂട്ടുകാരനും അവനെപ്പോലെ തന്നെ ഒരു മാർക്കുമില്ല. കൂട്ടുകാരന്റെ പേരാണ് ദിനേശ്. എക്സാം പേപ്പറിൽ ഒന്നും എഴുതാത്തത് കൊണ്ട് തന്നെ സത്യ സാർ ഒരുപാട് വഴക്ക് പറയുന്നു. സാറ് വഴക്ക് പറഞ്ഞുകൊണ്ട് നിന്ന അതേ സമയം തന്നെയായിരുന്നു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ മോനിഷയാണെങ്കിൽ ഡസ്റ്റർ വാങ്ങുവാനായിട്ട് സത്യയുടെ ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോഴാണ് സത്യയും മോനിഷയും ആദ്യമായിട്ട് കാണുന്നത്. എന്നാൽ സത്യയാണെങ്കിൽ അനീഷയെ ഇഷ്ടമായതുകൊണ്ട് തന്നെ മോനിഷയെ വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നതേയില്ല. മോനിഷ ഡസ്റ്ററും വാങ്ങി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ സാറിന്റെ കയ്യിൽ നിന്നും വഴക്കൊക്കെ വാങ്ങി തന്റെ ബെഞ്ചിൽ വന്നിരിക്കുന്ന സമയത്തായിരുന്നു ആദ്യമായിട്ട് മോനിഷ സത്യ തിരിഞ്ഞു നോക്കി സാർ അടിച്ചതൊക്കെ വേദനിച്ചോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും സത്യയ്ക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ അനീഷയെ പ്രപ്പോസ് ചെയ്യുവാനായിട്ടും സത്യ തീരുമാനിക്കുകയാണ്. ദിനേശാണ് അവനെല്ലാ സപ്പോർട്ടും ചെയ്യുന്നത്. പക്ഷേ സത്യയ്ക്കാണെങ്കിലോ അനീഷയുടെ മുന്നിൽ ചെന്ന് അവളെ പ്രപ്പോസ് ചെയ്യുവാനായിട്ടുള്ള ധൈര്യമേ ഇല്ല. അവളുടെ പിറന്നാൾ ദിവസവും പ്രപ്പോസ് ചെയ്യുവാനായിട്ട് അവളുടെ മുന്നിൽ ചെന്നു. പക്ഷേ ധൈര്യമില്ലാതെ തിരിച്ചു വരികയാണ് ചെയ്തത്. അതേ സമയമായിരുന്നു അനീഷ പഠിക്കുന്ന ട്യൂഷൻ സെന്ററിലെ ഒരു പയ്യന് അനീഷയെ ഇഷ്ടമാണെന്നുള്ള കാര്യവും സത്യ അറിയുന്നത്. പലതവണയായിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുവാനായിട്ട് അവൻ പിന്നാലെ നടക്കുന്ന കാര്യമൊക്കെ സത്യ അറിഞ്ഞു. അതോടുകൂടി ഒരു ദിവസം ആ പയ്യനെ പിടിച്ച് സത്യ വിരട്ടുകയാണ്. ഇനി അനീഷയുടെ പിറകെ നീ നടക്കുന്നത് കണ്ടാൽ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞാണ് അവനെ വിരട്ടുന്നതും.
അങ്ങനെ വീണ്ടും സത്യ എങ്ങനെയെങ്കിലും അവളോട് തന്റെ പ്രണയം തുറന്നു പറയണമെന്നും തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ആനുവൽ ഡേ വരുന്നത്. കൂട്ടുകാരനോട് ഈ ഒരു കാര്യം പറയുന്ന സമയത്താണ് ഞെട്ടിക്കുന്നൊരു കാര്യം ദിനേശ് പറയുന്നത്. എന്തെന്നാൽ അനീഷയ്ക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്. അവർ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യവും ദിനേശ് പറയുന്നു. അതാരാവൻ എന്നുള്ള കാര്യം സത്യ ചോദിക്കുമ്പോൾ അത് മറ്റാരുമല്ല ഞാൻ തന്നെയാണെന്നായിരുന്നു ദിനേശ് പറഞ്ഞത്. അത് കേട്ട് സത്യയ്ക്ക് ഇടിമിന്നലേറ്റൊരവസ്ഥയായിരുന്നു. നീയോ? നീ എന്റെ കൂടെ നടന്നിട്ട് എന്നെ ചതിക്കുകയായിരുന്നല്ലേ? ഞാൻ അവളെ ആത്മാർത്ഥമായി പ്രണയിക്കുകയാണെന്നുള്ള കാര്യം നിനക്കറിയാമായിരുന്നല്ലോ. എന്നിട്ട് നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ നീ അവളെ പ്രണയിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ അവളുമായിട്ട് പ്രണയത്തിലായിരുന്നു. എന്റെ ഇഷ്ടം അവളോട് പറഞ്ഞ സമയത്ത് അവളും അത് അക്സെപ്റ്റ് ചെയ്തു. ദേ നോക്ക്, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്നതിന്റെ സൂചന നോക്കെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കോൾ ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് കാണിച്ചു. ആ ചാറ്റും കാര്യങ്ങളൊക്കെ കണ്ടതോടുകൂടി സത്യ അനീഷയെ പ്രണയിക്കുന്നതിന് മുൻപ് തന്നെ അനീഷയും ദിനേശും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യവും സത്യയ്ക്ക് മനസ്സിലായി. എന്നിട്ട് ഒരു വാക്ക് പോലും സത്യയോട് ദിനേശ് പറഞ്ഞില്ലല്ലോ. ആ ഒരു ദേഷ്യമായിരുന്നു അവന്. അവനാകെ ചതിക്കപ്പെട്ടതുപോലെ ആയിരുന്നു. അവനൊരു കോമാളിയായി പോയി എന്നൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ടാവുകയും ചെയ്തു. അവനങ്ങനെ മാറിയിരുന്ന് കരയുകയാണ്. ഇനി ഒരിക്കലും നീയുമായിട്ട് എനിക്കൊരു ഫ്രണ്ട്ഷിപ്പും വേണ്ട എന്ന് പറഞ്ഞ് ദിനേശുമായിട്ടുള്ള മുഴുവൻ ഫ്രണ്ട്ഷിപ്പും അവൻ ഉപേക്ഷിച്ചു. അന്നു മുതൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് സ്കൂളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അവൻ നേരെ കോളേജിലേക്കും പോയി. കോളേജിലും അവൻ ആരെയും പ്രണയിച്ചിട്ടുമില്ല, ആരുമായിട്ടും കൂട്ടുകൂടിയതേയില്ല. ഫ്രണ്ട്ഷിപ്പിൽ പോലും അവന് വിശ്വാസം നഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ കോളേജിലൊക്കെ അവൻ ഒറ്റപ്പെട്ടാണ് നടന്നതും. കോളേജൊക്കെ കഴിഞ്ഞ് അവൻ ജോലിക്ക് കയറി. ജോലിക്ക് കയറിയിട്ടും ആരെയും പ്രണയിച്ചതുമില്ല, ആരെയും ഫ്രണ്ട്സായിട്ട് കൂട്ടിയതുമില്ല. അവിടെയും അവൻ ഒറ്റപ്പെട്ടാണ് നടന്നിരുന്നതും. അവന്റെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ട് അവന്റെ ചേച്ചി അവന് വേണ്ടിയിട്ട് ഒരുപാട് വിവാഹാലോചനയൊക്കെ കൊണ്ടുവന്നു. പക്ഷെ ഒരു പെൺകുട്ടിയും സത്യക്ക് ഇഷ്ടമായതേയില്ല. അങ്ങനെ അവസാനമായിട്ടാണ് മോനിഷയുടെ കാര്യം ചേച്ചി പറയുന്നതും. പക്ഷേ ഫോട്ടോയോ ഒരു ഡീറ്റെയിൽസോ തന്നോടൊന്നും പറഞ്ഞില്ല. അങ്ങനെയാണ് മോനിഷയെ കാണുവാൻ വേണ്ടിയിട്ട് താൻ എത്തിയതെന്നുള്ള കാര്യവും സത്യ പറയുന്നു. സത്യ വളരെ ഇമോഷണലായിട്ടാണ് തന്റെ ഓരോ കാര്യങ്ങളും മോനിഷയോട് പറഞ്ഞുകൊണ്ടേയിരുന്നത്. എന്നാൽ അതൊക്കെ കേട്ട് മോനിഷ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ എന്റെ കഥകളൊക്കെയല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അല്ല, എനിക്കിതൊക്കെ കേട്ടപ്പോൾ ചിരി വന്നു എന്ന് പറഞ്ഞാണ് മോനിഷ ചിരിക്കുന്നതും. സത്യത്തിൽ എനിക്ക് ഇപ്പോഴും അനീഷയോട് എന്റെ പ്രണയം പറയാത്തതിന്റെ സങ്കടമുണ്ടെന്നും സത്യ പറയുന്നു. അല്ല, നിനക്ക് പ്രണയമൊന്നും ഉണ്ടായിട്ടില്ലേ എന്ന് മോനിഷയോട് ചോദിക്കും. ഉണ്ടായിരുന്നു. ഞാൻ വർക്കിന് കയറിയ സമയത്ത് ഒരു പയ്യനുമായി റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷേ പിന്നീട് എനിക്കങ്ങ് ബോറടിച്ചു. അതുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പും ഞാൻ കട്ട് ചെയ്തു എന്നുള്ള കാര്യവും മോനിഷ പറയുന്നു. പിന്നെ എനിക്ക് ഒരു ഒൺ സൈഡ് ലവ് ഉണ്ടായിരുന്നു. അത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു എന്നുള്ള കാര്യവും മോനിഷ പറയുകയാണ്. അല്ല, ആരാണ് ആ പയ്യൻ? ആ കഥ പറയുവാനായിട്ടും സത്യ പറയുന്നു. അങ്ങനെ മോനിഷ തന്റെ ഒൺ സൈഡ് ലവിന്റെ കഥ പറയുവാനായി ആരംഭിക്കുകയാണ്. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയം മോനിഷയ്ക്ക് സന്ധ്യ, വിനോദിനി എന്നിങ്ങനെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇവർ 3 പേരും ചേർന്നാൽ ആകെ ബഹളമാ. ഇവർ 3 പേരുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. പക്ഷേ മോനിഷയ്ക്ക് ഈ ബെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവൾ ആരെയും പ്രണയിച്ചിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എക്സാം നടക്കുകയായിരുന്നു. മോനിഷയ്ക്കാണെങ്കിലോ ചില കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തിരുന്ന അവളുടെ കൂട്ടുകാരനായ ബാലാജിയുടെ പേപ്പർ വാങ്ങി അവൾ എഴുതുവാനായും തുടങ്ങി. അവൾ മാത്രമല്ല വാങ്ങി എഴുതിയത്, അവളുടെ കൂട്ടുകാരികൾക്കും കൊടുക്കുകയുണ്ടായി. ബാലാജി ടീച്ചർ ഒരുപാട് വഴക്ക് പറയുന്നു. ആർക്ക് വേണ്ടിയിട്ടാ നീ ഈ പേപ്പർ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആർക്കും കൊടുത്തതല്ല ടീച്ചർ, പേപ്പർ എന്റെ കയ്യിൽ നിന്ന് പറന്നു പോയതാണെന്നും ബാലാജി കള്ളം പറഞ്ഞു. മോനിഷയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ബാലാജി അങ്ങനെ ചെയ്തതും. ആ ഒരു പേരിൽ ബാലാജിക്ക് ഒരുപാട് വഴക്ക് കിട്ടുകയും അവസാനം പ്രിൻസിപ്പാളിന്റെ റൂമിൽ വരെ ബാലാജിയെ കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ടും മോനിഷയുടെയോ കൂട്ടുകാരികളുടെയോ പേര് പോലും അവൻ തുറന്നു പറഞ്ഞതേയില്ല. അതിൽ മോനിഷ ഇംപ്രസ് ആവുകയാണ്. അന്നു മുതൽ മോനിഷയ്ക്ക് ബാലാജിയോട് ചെറിയൊരു ഇഷ്ടം തോന്നുന്നു. എങ്ങനെയെങ്കിലും ബാലാജിയെ പ്രപ്പോസ് ചെയ്യണമെന്നും അവൾ തീരുമാനിക്കുകയാണ്. ഇത്രയും നാളായിട്ട് ഒരേ ക്ലാസ്സിൽ തന്നെ പഠിച്ചിരുന്ന ബാലാജിയെ ശ്രദ്ധിക്കാതിരുന്ന മോനിഷ ഈ ഒരു പ്രശ്നത്തോടു കൂടിയാണ് ബാലാജിയെ ശ്രദ്ധിക്കുവാനായും ആരംഭിച്ചത്. എങ്ങനെയെങ്കിലും അവനെ പ്രപ്പോസ് ചെയ്യണമെന്നും തീരുമാനിക്കുന്നു. ട്യൂഷൻ സെന്ററിൽ ഇവർ ഒരുമിച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിന് പോകുമ്പോൾ പ്രപ്പോസ് ചെയ്യാമെന്നും അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ ട്യൂഷൻ സെന്ററിലേക്ക് എത്തുകയാണ്. എന്നാൽ പുറത്തു വെച്ച് കുറെ പിള്ളേര് അടി കൂടുന്നതായിട്ടും മോനിഷ കാണുന്നു. സത്യത്തിൽ അവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കിയത് സത്യയും കൂട്ടരുമാണ്. അനീഷയുടെ പിന്നാലെ ഒരു പയ്യൻ നടന്നില്ലായിരുന്നോ? ആ പയ്യനെ വിരട്ടുന്ന സംഭവമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് മോനിഷ കാണുകയുണ്ടായി. മോനിഷ ഉടനെ തന്നെ ബാലാജിയോട്, ദേ നമ്മുടെ സ്കൂളിലെ പിള്ളേരാ അടി ഉണ്ടാക്കുന്നത്, നീ ആ ഒരു പ്രശ്നത്തിൽ പോയി ഇടപെട്ട് അവരെ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കി വിടുവാനായിട്ടും മോനിഷ പറയുന്നു. എന്നാൽ ബാലാജി ചെയ്തതോ തന്റെ സൈക്കിളും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അത് കാണുന്ന മോനിഷയ്ക്ക് ഇവനെന്താ ഇങ്ങനെയെന്നൊരു ചിന്ത വരും.
മോനിഷ മറ്റൊരു നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. തിരികെ ഹോസ്റ്റലിലേക്ക് എത്തിയ മോനിഷയാണെങ്കിലോ അവളുടെ റൂംമേറ്റും ക്ലോസ് ഫ്രണ്ടുമായ സന്ധ്യയോട് ബാലാജിയുടെ ഒരു കാര്യം പറയും. എന്നാൽ അവൾ പറയുന്നതോ അവനൊരു പേടിത്തൊണ്ടനാണെന്ന് പറഞ്ഞിട്ട് സന്ധ്യ മോനിഷയെ കളിയാക്കി ചിരിക്കുന്നു. മോനിഷ പറയുന്നതോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായാലും ജീവിതകാലം മുഴുവൻ ഞാനവനെ നോക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് രണ്ടുപേരും അതങ്ങ് ചിരിച്ചു കളയുകയാണ് ചെയ്തത്. എന്നാൽ അടുത്ത ദിവസം സ്കൂളിലേക്ക് എത്തുന്ന മോനിഷ കാണുന്നതോ ബാലാജിയെ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം ചേർന്ന് പേടിത്തൊണ്ടനെന്ന് പറഞ്ഞ് കളിയാക്കുന്നതാ. ബാലാജി ആണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കോമാളിയായിട്ട് നിൽക്കുന്നു. ഇതിനെല്ലാത്തിനും പിന്നിൽ മോനിഷയുടെ ഫ്രണ്ടായ സന്ധ്യയാണ് കാരണം. എന്തെന്നാൽ സന്ധ്യയ്ക്കൊരു കാമുകനുണ്ട്. സന്ധ്യ മോനിഷ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വന്ന് കാമുകനോട് പറഞ്ഞു. ബാലാജി ഒരു പേടിത്തൊണ്ടനാണെന്ന് പറഞ്ഞതോടുകൂടി സന്ധ്യയുടെ കാമുകനാണെങ്കിൽ ക്ലാസ്സിൽ മുഴുവൻ അറിയിച്ചു. സന്ധ്യയുടെ കാമുകനാണ് ബാലാജിയെ കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നതും ബാലാജിയുടെ പിന്നാലെ ചെന്നാണ് പേടിത്തൊണ്ടനെന്ന് പറഞ്ഞവനെ കളിയാക്കുന്നതും. ഇത് കാണുന്ന മോനിഷയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയും കോമ്പസ് എടുത്ത് സന്ധ്യയുടെ കാമുകനെ കുത്തുകയും ചെയ്തു. നേരെ ബാലാജിക്കടുത്തേക്ക് എത്തിയ മോനിഷ, ബാലാജി നീ എന്നോട് ക്ഷമിക്കേ, ഞാൻ കാരണമാണ് നിനക്ക് ഇത്രയും പ്രശ്നമുണ്ടായതെന്ന് പറയുമ്പോഴോ അതിനൊന്നും മറുപടി കൊടുക്കുവാനായിട്ട് ബാലാജി തയ്യാറായതേയില്ല. അവനൊന്നും മിണ്ടാതെയാണ് അവിടെ നിന്ന് പോയതും. ബാലാജിയുടെ മനസ്സ് ആകെ തകർന്നിരുന്നു. അങ്ങനെ അവസാന എക്സാം ദിവസം എത്തി. ആ എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പിരിയുകയാണ്. പിന്നീട് ആരും കാണത്തേയില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോഗ്രാഫ് ബുക്ക് ബാലാജിക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് മോനിഷ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതിൽ എഴുതണമെന്നും അവൾ പറയുന്നുണ്ട്. പക്ഷേ ബാലാജി ആണെങ്കിലോ ഓട്ടോഗ്രാഫ് ബുക്ക് അവൾക്ക് തിരികെ കൊടുത്തതുമില്ല. എക്സാം കഴിഞ്ഞതും മോനിഷ അവളുടെ അമ്മ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അതോടുകൂടി ബാലാജിയോടുള്ള ഇഷ്ടം അവൾക്ക് തുറന്നു പറയാൻ കഴിയാതായിപ്പോയി. ഇതാണ് തന്റെ സ്റ്റോറി എന്നും സത്യയോട് മോനിഷ പറയുന്നു. മോനിഷയുടെ കഥകളെല്ലാം കേട്ട് സത്യ പറയുന്നത്, ഒരു കണക്കിന് നോക്കിയാൽ നമ്മൾ രണ്ടുപേരും ഈക്വലാണല്ലേ. നമ്മൾക്ക് ഇഷ്ടമുണ്ടായിരുന്നവരോട് നമ്മുടെ ഇഷ്ടം തുറന്നു പറയാൻ കഴിയാതെ പോയല്ലോ എന്ന് സത്യ പറയുമ്പോൾ അത് കേട്ട് മോനിഷ പറയുന്നത്, അതിനെന്താ, നമുക്ക് ആ ഇഷ്ടം ഇപ്പോൾ തന്നെ തുറന്നു പറയാം. നമ്മൾ പ്രണയിച്ചിരുന്നവരൊക്കെ എവിടെയായിരുന്നെന്ന് കണ്ടെത്തി അവരോട് പോയി നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയാമെന്ന് പറയുമ്പോൾ അത് കേട്ട് സത്യ പറയുന്നത്, നീ എന്ത് മണ്ടത്തരമ്മ പറയുന്നത്. അനീഷ കല്യാണം കഴിച്ച് അവൾക്കൊരു കൊച്ചുമുണ്ട്. ഇനി അങ്ങനെയുള്ള അനീഷയോട് ഞാൻ പോയി എൻ്റെ ഇഷ്ടം പറയണമോ എന്ന് ചോദിക്കുമ്പോൾ, ഇഷ്ടം പറയണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവരെ അറിയിക്കണം. അല്ലാതെ അവരെ പ്രണയിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഓൺ സൈഡായിട്ട് പ്രണയിച്ച ആളിനെ തേടി കണ്ടുപിടിക്കുവാനായും പോകാം. അപ്പോൾ ഒരു ട്രിപ്പ് ആകുമല്ലോ. അത് നമുക്ക് ഡേറ്റിംഗ് ആയിട്ടും കൂട്ടാം. അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ വെച്ച് നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാമെന്നും മോനിഷ പറയുന്നു. സത്യ അത് കേട്ടിട്ട്, അടിപൊളി ഐഡിയ ആണല്ലോ, എങ്കിൽ നമുക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം അവർ രണ്ടുപേരും അവരുടെ വൺ സൈഡ് ലവിനെ തിരക്കിയിറങ്ങുകയാണ്. പക്ഷേ ഇതിനിടയിൽ വെച്ച് സത്യയുടെ മനസ്സിൽ മോനിഷ ഇടം പിടിച്ചിരുന്നു. മോനിഷ അവന് ഒരുപാട് ഇഷ്ടമായി. എങ്ങനെയെങ്കിലും മോനിഷയുടെ മനസ്സിലും കയറിക്കൂടണമെന്നും സത്യ തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് മോനിഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടം, ഇഷ്ടമല്ലാത്തത് എന്നിങ്ങനെയുള്ളതൊക്കെ അവൻ തിരിച്ചറിയുകയാണ്. മാത്രമല്ല അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മട്ടൻ ബിരിയാണിയാണെന്ന് അറിഞ്ഞതോടുകൂടി സത്യ നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ബിരിയാണിയൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്നു. അവൾക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അതൊക്കെ അവൻ പാചകം ചെയ്ത് കൊടുക്കുകയാണ്. മോനിഷ ബാലാജിയെ കണ്ടുപിടിക്കുന്നതിൽ നല്ല തിരക്കിലായിരുന്നു. എന്നാൽ സത്യയ്ക്കാണെങ്കിലോ അനീഷയെ കണ്ടുപിടിക്കുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇത് മോനിഷയ്ക്ക് മനസ്സിലായി. നീ എന്തിനാ വന്നതെന്ന് നിനക്ക് നല്ല ഓർമ്മയുണ്ടോ? അനീഷയെ കണ്ടുപിടിക്കണം, നീ എന്താ ഇങ്ങനെ കൂളായിട്ട് നടക്കുന്നെന്നൊക്കെ ചോദിച്ച് അവനെ ഒരുപാട് വഴക്ക് പറയുമ്പോൾ, ദേ നോക്ക്, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ദിനേശിനെ ചതിച്ചതിൽ പിന്നെ എനിക്ക് യാതൊരുവിധ ഫ്രണ്ട്സേ ഇല്ല. അതുകൊണ്ട് തന്നെ അനീഷയെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്നും സത്യ പറയുന്നു. അത് കേട്ട് മോനിഷ പറയുന്നത്, നിന്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ദിനേശ്, ദിനേശിന് നീ വിളിക്കേ, അവനോട് അനീഷ എവിടെയാണെന്നുള്ള കാര്യം തിരക്കെ അറിയാമല്ലോ എന്ന് ചോദിക്കുന്നു. എന്നാൽ സത്യയാണെങ്കിൽ ദിനേശിനെ വിളിക്കുവാനായിട്ട് കൂട്ടാക്കുന്നതേയില്ല. അവന്റെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല എന്ന് തന്നെ പറയാം. മോനിഷയ്ക്ക് ആകെ ദേഷ്യം വരുന്നു. മോനിഷ പോയി ബിയർ എടുത്തുകൊണ്ട് വരികയാണ്. രണ്ടാളും അന്നേ ദിവസം നന്നായിട്ട് ബിയർ അടിക്കും. സത്യ നല്ല കിക്കാവുകയാണ്. ഉടനെ തന്നെ മോനിഷ ദിനേശിനെ വിളിക്കുവാനായിട്ടും പറയുന്നു. അങ്ങനെ ആ ഒരു കിക്കിലിരിക്കുന്ന സത്യയാണെങ്കിൽ ദിനേശിനെ കോൾ ചെയ്യുകയാണ്. കോൾ എടുത്ത ദിനേശ് ആണെങ്കിൽ പറയടാ മച്ച എന്ന് പറഞ്ഞാണ് സംസാരിച്ചു തുടങ്ങുന്നതും. എന്നാൽ അത് കേട്ട് സത്യയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. നീ എന്നോട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, നീ ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചിരിക്കുകയാണോ? നിന്നെ ചതിച്ചു എന്നൊരു തോന്നൽ വന്നതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അനീഷയുമായിട്ട് ബ്രേക്കപ്പായി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ദേ ഇന്ന് അനീഷ വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞുമായിട്ട് അവൾ വിദേശത്ത് സെറ്റിലാണ്. മാത്രമല്ല അവളിപ്പോൾ രണ്ടാമത് പ്രഗ്നന്റാ, 3 മാസവുമായി എന്നുള്ള കാര്യം ദിനേശ് പറയുന്നു. അനീഷയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം സത്യം മനസ്സിലാക്കി എടുക്കുകയാണ്. എന്നിട്ട് അവൻ കോളും കട്ട് ചെയ്യുന്നു.
അടുത്ത ദിവസം രാവിലെ തന്നെ മോനിഷ സത്യയോട് വേഗം റെഡിയാകുവാനായും പറയുന്നു. എവിടേക്ക് പോകുവാനാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും ഇന്ന് തൃച്ചിക്ക് പോവുക, നിനക്ക് അവിടെ ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ടെന്നും മോനിഷ പറയുന്നു. അങ്ങനെ രണ്ടുപേരും റെഡിയായി തൃച്ചിക്ക് എത്തുകയാണ്. വന്നിരിക്കുന്നത് സന്തോഷ് എന്ന പയ്യന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാ, മോനിഷയുടെ കൂട്ടുകാരന്റെ. അല്ല, നിന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് വരുന്നതാണോ എനിക്ക് സർപ്രൈസ് എന്ന് ചോദിക്കുമ്പോൾ, അതല്ല, ഒരു സർപ്രൈസ് ഉണ്ട്. നീ മുൻപ് ആനുവൽ ഡേയുടെ അന്ന് തല്ലിയൊരു സാറില്ലേ, അതെ, സ്വാമിനാഥൻ സാറ്. സാറിന് എന്താ ഇപ്പോൾ പറ്റിയത്? അല്ല, സാർ ഈ ഒരു കല്യാണത്തിന് പങ്കെടുക്കുവാനായി എത്തുന്നുണ്ട്, അതുകൊണ്ടാ ഞാൻ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്നും മോനിഷ പറയുന്നു. അത് കേട്ട് സത്യ ഞെട്ടിപ്പോവുകയാണ്. യഥാർത്ഥത്തിൽ എന്തിനാണ് സ്വാമിനാഥൻ സാറിനെ സത്യ തല്ലിയതെന്നാൽ, സ്കൂളിലെ ആനുവൽ ഡേ ദിവസം സ്വാമിനാഥൻ സാർ ലേഡീസ് ടോയ്ലറ്റിൽ എത്തി നോക്കിയെന്ന് പ്രശ്നം നടക്കുകയായിരുന്നു. അതേ സമയത്തായിരുന്നു സത്യ അനീഷയെ പ്രപ്പോസ് ചെയ്യുവാനായി തീരുമാനിച്ചു പോകുന്ന സമയത്ത് ദിനേശും അനീഷയും തമ്മിൽ പ്രണയമാണെന്നുള്ള കാര്യം സത്യ അറിഞ്ഞത്. അതിലാകെ അവൻ തകർന്നിരിക്കുകയായിരുന്നല്ലോ. അപ്പോഴായിരുന്നു സ്വാമിനാഥൻ സാറിന്റെ പ്രശ്നം സത്യ അറിയുന്നത്. സ്വാമിനാഥൻ സാറ് ചെറിയ കാര്യത്തിന് പിള്ളേരെ നന്നായിട്ട് തല്ലും. ആ ഒരു ദേഷ്യം സത്യയുടെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ലേഡീസ് ടോയ്ലറ്റിൽ സ്വാമിനാഥൻ സാർ എത്തി നോക്കിയെന്ന കാര്യം സത്യ അറിഞ്ഞതുകൊണ്ട് നേരെ ചെന്ന് സാറിനിട്ട് ഒരെണ്ണം അങ്ങ് കൊടുക്കുന്നു. സത്യത്തിൽ സ്വാമിനാഥൻ സാറ് ലേഡീസ് ടോയ്ലറ്റിൽ എത്തി നോക്കിയതൊന്നുമല്ല. പ്രശ്നം എന്തെന്നാൽ, മനീഷയുടെ കൂട്ടുകാരിയെ സന്ധ്യയ്ക്ക് ഒരു കാമുകനുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കാമുകനാണെങ്കിൽ സന്ധ്യയുടെ ന്യൂഡ് ഫോട്ടോസ് ഒക്കെ വാങ്ങിയിരുന്നു. അത് വെച്ച് അവൾ വല്ലാതെ ബ്ലാക്ക്മെയിൽ ചെയ്യുമായിരുന്നു. ആനുവൽ ഡേ ദിവസം കാമുകൻ സന്ധ്യയെ വിളിച്ചിട്ട്, നീ ലേഡീസ് ടോയ്ലറ്റിന്റെ പരിസരത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോസ് ഞാൻ എല്ലാവരെയും കാണിക്കുമെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തി. എന്നാൽ ഇത് കേട്ട് സന്ധ്യ പൊട്ടിക്കരയുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ധ്യക്കടുത്തേക്ക് സ്വാമിനാഥൻ സാർ എത്തുന്നു. സാർ അവളോട് കാര്യം തിരക്കുന്ന സമയത്ത് സന്ധ്യ നടന്നതെല്ലാം സാറിനോട് തുറന്നു പറയും. അത് കേട്ട് സാറിന് വല്ലാതെ ദേഷ്യം വന്നു. ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് എവിടെയാണോ കാമുകൻ ചെല്ലാൻ പറഞ്ഞത് അതേ ടോയ്ലറ്റിന്റെ പരിസരത്തേക്ക് സ്വാമിനാഥൻ സാർ ചെല്ലുന്നു. സാറിനെ കണ്ടതും പെൺകുട്ടികളെല്ലാം അവിടെ നിന്ന് പേടിച്ചിറങ്ങി ഓടുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. സത്യത്തിൽ സത്യ കാര്യം എന്താണെന്ന് അന്വേഷിക്കാതെ തെറ്റിദ്ധരിച്ചാണ് സാറിനിട്ട് രണ്ട് കൊടുത്തതും. ഇപ്പോൾ മോനിഷ വഴി ഈ കാര്യങ്ങളെല്ലാം സത്യ അറിയിക്കുകയാണ്. അതോടുകൂടി സത്യ ആകെ തകർന്നു പോകുന്നു. കുറ്റബോധം താങ്ങാനാകാതെ സത്യ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ഫംഗ്ഷൻ പങ്കെടുക്കുവാനായിട്ട് സ്വാമിനാഥൻ സാറും എത്തുന്നുണ്ട്. സാറിനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നൊരു ബുദ്ധിമുട്ടായിരുന്നു സത്യയുടെ മനസ്സിൽ. പോകുവാനായി ഒരുങ്ങുന്ന സത്യക്കടുത്തേക്ക് എത്തിയ സ്വാമിനാഥൻ സാറ് സത്യയുടെ തോളിൽ തട്ടിയിട്ട്, സത്യ, എന്നെങ്കിലും നിന്നെ കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നീ എന്നെ തല്ലിയ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരിക്കൽ പോലും ഞാൻ കുട്ടികളോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയിരുന്നില്ല എന്ന്. എന്നെങ്കിലും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയിരുന്നുവെങ്കിൽ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു അധ്യാപകനായി മാറാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ എന്നെങ്കിലും നിന്നെ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. എന്തെന്നാൽ നീ കരുതിയതുപോലെ ഒരാളല്ല ഞാനെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നുവെന്നും സ്വാമിനാഥൻ സാർ പറയുന്നു. സാറ് പറയുന്നത് കേട്ട് സത്യയ്ക്ക് അവന്റെ സങ്കടം സഹിക്കാനായില്ല. സത്യ ഇങ്ങനെ സാറിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. ഇതെല്ലാം മാറി നിന്ന് നോക്കിക്കാണുകയാണ് മനീഷ. എന്നാൽ മനീഷയെ സത്യം കാണുന്നുണ്ട്. അതോടുകൂടി തനിക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് മനീഷയോട് നന്ദി തോന്നുകയും അവളോട് വീണ്ടും പ്രണയം തോന്നുകയും ചെയ്യുന്നു. അവന് ഓൾറെഡി അവളെ ഇഷ്ടമാ, അവളോടുള്ള പ്രണയവും അവന് കൂടുകയാണ്. അടുത്ത ദിവസം രാവിലെ മോനിഷ സത്യയും കൂട്ടി നേരെ എത്തുന്നത് ഒരു ഹോട്ടലിലേക്കാണ്. നാളെ നിന്നെ കാണുവാൻ വേണ്ടിയിട്ട് അനീഷ് എവിടേക്ക് വരും. അപ്പോൾ നിന്റെ മനസ്സിലുള്ള പ്രണയമൊക്കെ തുറന്നു പറയണമെന്നും സത്യയോട് മോനിഷ പറയുകയാണ്. അങ്ങനെ സത്യയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനായി. അടുത്ത ദിവസം എന്തായിരിക്കുമെന്ന് കാത്തിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസമായി. സത്യയാണെങ്കിൽ അനീഷയെ കാണുവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവിടേക്ക് അനീഷ നടന്നു വരികയാണ്. എങ്ങനെയാണോ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ അനീഷ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ കയ്യിലൊരു കുഞ്ഞിരിക്കുന്നു എന്നൊരു പ്രത്യേകത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനീഷയാണെങ്കിൽ സത്യയ്ക്കടുത്തേക്ക് എത്തുകയാണ്. എന്താടാ എന്താടാ നിനക്ക് എന്നോട് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പറയുവാനായിട്ട് നന്നായി മടിക്കുന്നു. എന്നാൽ അനീഷ പറയുന്നത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിനക്ക് എന്നെ ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഒരാണ് ഒരു പെണ്ണിന്റെ പിറകെ എന്തിനായിരിക്കും നടക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുവാനായിട്ട് പെൺകുട്ടികൾക്ക് പെട്ടെന്ന് കഴിയും. പക്ഷേ ഒരിക്കൽ പോലും നീ നിന്റെ ഫീലിങ്സ് എന്നോട് തുറന്നു പറഞ്ഞിട്ടേയില്ല. അന്ന് പറയാതിരുന്നത് ഇപ്പോൾ നീ ധൈര്യത്തോടു കൂടി തുറന്നു പറയുവാനായിട്ടും അനീഷ പറയുന്നു. വരുന്ന വഴിയിൽ വെച്ച് എന്തിനാണ് സത്യ അനീഷയെ കാണണമെന്ന് ആഗ്രഹിച്ച കാര്യം ദിനേശ് വിളിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ധൈര്യത്തോടു കൂടി അനീഷ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ സത്യമാണെങ്കിലോ പറയുവാനായിട്ട് ഒരുപാട് മടിക്കും. മാത്രമല്ല, അന്ന് അവളുടെ ബർത്ത്ഡേ ദിവസം അവളെ പ്രപ്പോസ് ചെയ്യുവാനായിട്ട് അവനൊരു ഗിഫ്റ്റുമായിട്ട് പോയിരുന്നു. അതേ ഗിഫ്റ്റ് എടുത്ത് ഇപ്പോൾ അനീഷയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ആ ഗിഫ്റ്റിൽ ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. അതിൽ അനീഷയെക്കുറിച്ച് എഴുതിയിരുന്ന കവിതയായിരുന്നു. ഇതിപ്പോഴെങ്കിലും നിനക്ക് തരുവാനായിട്ട് തോന്നിയല്ലോ, അന്ന് നീ എനിക്ക് തന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നും അനീഷ പറയുന്നു. ആ, ഇനി പറയാനുള്ളത് ഞാൻ കേൾക്കട്ടെ, ആ 3 വാക്ക് ഒന്ന് പറഞ്ഞേന്ന് പറയും.
അങ്ങനെ അവനാണെങ്കിലോ പേടിയോടുകൂടി പതുങ്ങി പതുങ്ങി ഐ ലവ് യു എന്ന് പറയുകയാണ്. അത് കേട്ട് അനീഷയും പുഞ്ചിരിക്കുന്നു. അങ്ങനെ ഇത്രയും വർഷം അവൻ അവന്റെ മനസ്സിൽ കൊണ്ടു നടന്ന ആ ഒരു വൺ സൈഡ് പ്രണയം ഇപ്പോൾ അവൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സത്യയ്ക്കും ഒരുപാട് സമാധാനമായി. അനീഷ പോയി കഴിഞ്ഞതും സത്യ നേരെ മോനിഷയ്ക്കടുത്തേക്ക് എത്തി. മോനിഷയോട് അവൻ ഒരുപാട് നന്ദി പറഞ്ഞു. ഇപ്പോഴാണ് അവന്റെ മനസ്സിൽ കുറച്ച് സമാധാനം കിട്ടിയത്. എന്നാൽ മോനിഷ പറയുന്നത്, നിനക്ക് സമാധാനം കിട്ടി, പക്ഷേ ബാലാജിയെ ഞാൻ ഇതുവരെയും കണ്ടുപിടിച്ചില്ലല്ലോ എന്നായിരുന്നു. അപ്പോൾ അത് കേട്ട് സത്യ പറയുന്നത്, നീ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേ, ഇനി ബാലാജിയെ കണ്ടുപിടിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്നും സത്യ പറയുന്നു. അടുത്ത ദിവസം സത്യ മോനിഷയും കൂട്ടി അവരുടെ പഴയ സ്കൂളിലേക്ക് എത്തുകയാണ്. രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാകും. അവർക്ക് ഒരുപാട് ഓർമ്മകൾ അവിടെ ഉണ്ടായിരുന്നു. അതേ സ്കൂളിൽ തന്നെയാണ് ഇവരുടെ ജൂനിയറായിട്ട് പഠിച്ചിരുന്ന ജാഫർ വർക്ക് ചെയ്യുന്നത്. ജാഫറിനടുത്തെത്തി ബാലാജിയെ കുറിച്ച് അന്വേഷിക്കുന്നു. എന്നാൽ ജാഫറിന് മോനിഷയും സത്യയും മാത്രമേ അറിയാവൂ, ബാലാജിയെ കുറിച്ച് അറിയത്തേയില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കുറച്ചു നേരം കൂടി സ്കൂളിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് തിരികെ പോകുന്നത്. ബാലാജിയെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന ടെൻഷനായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മോനിഷ സത്യയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. അവളൊരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർ കമന്റ് ചെയ്യും. കൂട്ടത്തിൽ അഖിലൻ എന്നൊരു പയ്യനും കമന്റ് ചെയ്യുന്നുണ്ട്. ഇവൻ സ്ഥിരം അവൾ ഏത് ഫോട്ടോ പോസ്റ്റ് ചെയ്താലും അതിനെല്ലാത്തിനും വന്ന് കമന്റ് ചെയ്യാറുള്ളത് പതിവായിരുന്നു. പതിവ് പോലെ ഇതിലും കമന്റ് ചെയ്യുകയാണ്. ഈ നിൽക്കുന്ന പയ്യനാരാ, നിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്നാണ് കമന്റ് ചെയ്തത്. ഈ ഒരു കാര്യം മോനിഷ സത്യയോട് പറയുന്നു. നീ ഇതിന് എന്ത് മറുപടി കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ അത് പേഴ്സണൽ ആണെന്ന് പറഞ്ഞിട്ട് മോനിഷ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ സത്യയ്ക്കാണെങ്കിൽ അവൾ എന്തായിരിക്കും കമന്റ് ചെയ്തിട്ടുണ്ടാവുക എന്നൊരു ടെൻഷനായി. ഉടനെ തന്നെ മോനിഷ അവിടെ വെച്ചിട്ട് പോയ ഫോൺ എടുത്ത് അവൾ പരിശോധിച്ചു നോക്കുന്നു. അപ്പോൾ അതിൽ ഇതെന്റെ ബോയ് ഫ്രണ്ട് അല്ല, വുഡ് ബി ആണെന്നായിരുന്നു അവൾ തിരിച്ച് കമന്റ് ചെയ്തിരുന്നത്. അത് കാണുന്ന സത്യയ്ക്ക് ഒരുപാട് സന്തോഷമാകും. എന്നാൽ മോനിഷ അറിയാതെ സത്യ അവളുടെ ഫോൺ എടുത്തത് അവൾക്കൊട്ടും ഇഷ്ടമായതേയില്ല. ആ ഒരു കാര്യം പറഞ്ഞ് മോനിഷ സത്യയുമായി വഴക്കു കൂടുന്നു. സത്യ പറയുന്നത്, ബോയ്സ് എല്ലാം ഇങ്ങനെ തന്നെയാ, അവർക്കാണെങ്കിൽ ചെറിയ കാര്യം മതി പേടിയാകുവാനായിട്ട്, എന്റെ ഇൻസെക്യൂരിറ്റി കാരണമാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് സത്യ അവളോട് ഒരുപാട് മാപ്പ് പറയുന്നു. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആവുകയാണ്. അപ്പോഴാണ് സത്യ ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. ടക്കീല എന്നൊരു അക്കൗണ്ടിൽ നിന്നും എപ്പോഴും മോനിഷയ്ക്ക് മെസ്സേജ് വന്നുകൊണ്ടേയിരുന്നു. അത് ആരാണെന്നുള്ള സംശയം സത്യയ്ക്കുണ്ടാകുന്നു. അങ്ങനെ അവൻ ആ ഒരു അക്കൗണ്ടിനെ പറ്റി അന്വേഷിക്കുന്ന സമയത്താണ് ആ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് മറ്റാരുമല്ല, ബാലാജിയാണെന്നുള്ള സത്യം സങ്കടത്തോടു കൂടി സത്യ തിരിച്ചറിയുന്നു. ബാലാജി മറ്റൊരു അക്കൗണ്ടിലൂടെയാണ് ഇതുവരെയായിട്ടും മോനിഷയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നതും. അങ്ങനെ ബാലാജി എവിടെയാണുള്ളതെന്നും സത്യ കണ്ടുപിടിക്കുന്നു. അവൻ ആകെ സങ്കടമായിരുന്നു. സങ്കടത്തോടു കൂടി മോനിഷയ്ക്കടുത്തെത്തി, നീ ഇത്രയും നാൾ കാത്തിരുന്ന ബാലാജി അടുത്ത അപ്പാർട്ട്മെന്റിലുണ്ടെന്നും സത്യം മോനിഷയോട് പറയുന്നു. അങ്ങനെ മോനിഷയാണെങ്കിൽ അടുത്ത അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. വളരെ ടെൻഷനോട് കൂടിയാണ് ബാലാജിയുടെ റൂമിലേക്ക് എത്തുന്നതും. അവിടെ ബാലാജി ഉണ്ടായിരുന്നു. ബാലാജി ഇത്രയും വർഷമായിട്ടും മോനിഷ അന്ന് കൊടുത്ത അതേ ഓട്ടോഗ്രാഫ് ബുക്ക് അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ എന്നെ മോനിഷയെ ഇഷ്ടമായിരുന്നു, പക്ഷെ അവളോട് ആ ഒരു ഇഷ്ടം തുറന്നു പറയുവാനായിട്ട് അവന് നല്ല പേടിയായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും പരസ്പരം കാണുകയാണ്. അപ്പോൾ രണ്ടുപേരും അവരവരുടെ ഇഷ്ടം തുറന്നു പറയുകയും രണ്ടുപേരും പരസ്പരം ഹഗ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇത് അവിടെ മാറി നിന്ന് സത്യ കാണുന്നുണ്ടായിരുന്നു. സത്യയ്ക്ക് അത് സഹിച്ചില്ല. സത്യ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. എന്നിട്ട് തന്റെ റൂമിൽ വന്നിട്ട് അവൻ വല്ലാതെ മദ്യപിക്കുകയും ചെയ്തു. ആര് വിളിച്ചിട്ടും അവൻ കോൾ എടുക്കുന്നതേയില്ല. വല്ലാത്ത കരച്ചിലായിരുന്നു. മോനിഷ വിളിച്ചിട്ടും അവൻ കോൾ എടുക്കുന്നില്ല. അടുത്ത ദിവസം രാവിലെ ദിനേശ്, അനീഷ, സത്യയുടെ ചേച്ചി എല്ലാവരും വന്ന് വാതിലിൽ മുട്ടുകയാണ്. കെട്ടിറങ്ങിയത് കൊണ്ട് തന്നെ പതിയെ നടന്ന് ഡോറ് തുറക്കുന്നു. അപ്പോൾ ദിനേശിനെയും അനീഷയും ചേച്ചിയും ഒക്കെ കണ്ട് അവൻ ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ ദിനേശ് പറയുന്നത്, നീ ഇന്നലെ രാത്രി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് പറയും. അപ്പോഴാണ് എന്താണ് നടന്നതെന്ന് കാണിക്കുന്നത്. കുടിച്ച് ബോധമില്ലാതിരുന്ന സത്യയാണെങ്കിൽ 3 പേരെയും കോള് ചെയ്യുന്നു. എന്നിട്ട് ഇത്രയും നാളായിട്ട് താൻ സ്നേഹിച്ച ആരും തന്നെ തന്റെ കൂടെ ഇല്ലായിരുന്നു, ദേ മോനിഷയും തന്നെ വിട്ടു പോയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ജീവിതം അവസാനിപ്പിക്കും എന്ന രീതിയിലായിരുന്നു അവന്റെ സംസാരമൊക്കെ. അത് കേട്ട് പേടിച്ചാണ് 3 പേരും ഇപ്പോൾ അവനെ കാണുവാനായും എത്തിയിരിക്കുന്നത്. ദേ നിന്നെ കാത്തിട്ട് മോനിഷ താഴെ നിൽക്കുകയാ, അവളടുത്തേക്ക് ചെല്ല്, അവൾ വല്ലാത്ത ദേഷ്യത്തിലാണെന്നുള്ള കാര്യവും സത്യയോട് പറയുന്നു. അപ്പോഴായിരുന്നു ബാലാജിയുടെ കോൾ സത്യയ്ക്ക് വരുന്നത്. കോൾ എടുത്ത സത്യയോട് ബാലാജി പറയുന്നത്, ഇന്നലെ എന്താ ഒന്നും പറയാതെ പെട്ടെന്ന് അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞത്? ഇന്നലെ മോനിഷ അവൾക്ക് ചെറിയ പ്രായത്തിൽ എന്നോടുണ്ടായിരുന്ന ഇഷ്ടം എന്നോട് തുറന്നു പറഞ്ഞു. ഞാനും അത് തുറന്നു പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അവൾ സ്നേഹിക്കുന്നത് സത്യയാണ്. സത്യയാണ് അവൾ വിവാഹം കഴിക്കുവാനായി ആഗ്രഹിക്കുന്നതും. അവളുടെ മനസ്സിലൊരു പ്രണയമുണ്ടായിരുന്നു എന്നുള്ള കാര്യം എന്നോട് തുറന്നു പറഞ്ഞു. അത്ര മാത്രമേ ഉള്ളൂ. സത്യക്കാത്ത് മോനിഷ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് ബാലാജി കോള് കട്ട് ചെയ്യുന്നതും. അങ്ങനെ സത്യയാണെങ്കിൽ മോനിഷയ്ക്കടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. മോനിഷ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു നിൽക്കുന്നത്. ഇന്നലെ നീ നിന്റെ കൂട്ടുകാരനെയും നിന്റെ പഴയ ലവറിനെയും നിന്റെ ചേച്ചിയും ഒക്കെ വിളിച്ച് നിന്റെ സങ്കടം പറഞ്ഞു. പക്ഷേ നീ ഒരിക്കലെങ്കിലും നീ എന്നെ വിളിച്ചിരുന്നോ?
നീ എന്താ വിചാരിച്ചത്? പഴയ ഓൺ സൈഡ് ലവിനെ കണ്ട് ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവനൊപ്പം ഞാൻ പോകുമെന്ന് നീ കരുതിയോ? എങ്കിൽ നിനക്ക് തെറ്റി. ഞാൻ നിന്നെ തന്നെയാ സ്നേഹിക്കുന്നത്. എനിക്ക് നിന്നെയാണ് ഇഷ്ടമെന്നുള്ള കാര്യവും മോനിഷ പറയുന്നു. പണ്ട് നീ അനീഷയുടെ മുന്നിൽ ചെന്നിട്ട് അവളോട് പ്രണയം പറയുവാനായിട്ട് മടിച്ചില്ലേ? നിനക്ക് ധൈര്യമില്ലായിരുന്നല്ലോ. ഇപ്പോൾ നിനക്ക് ധൈര്യമുണ്ടോ എന്റെ മുഖത്ത് നോക്കി നിന്റെ പ്രണയം പറയുവാനായിട്ടെന്നും മോനിഷ ചോദിക്കുന്നു. അത് കേട്ട സത്യയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുകയും അന്ന് അനീഷയോട് പ്രണയം പറയുവാനായിട്ട് അവന് പേടിയായിരുന്നെങ്കിലും ഇപ്പോൾ ദേ മോനിഷയുടെ കണ്ണിൽ നോക്കിയിട്ട് അവളെ ഇഷ്ടമാണെന്നും അവളോട് ഐ ലവ് യു എന്നും അവൻ പറയുന്നു. അത് കേട്ട് മോനിഷയ്ക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോകുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.